വണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ സത്യവാങ്മൂലം കോടതി മടക്കി. പുതിയ സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു. സർക്കാർ നിർദ്ദേശങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അതിൽ വിയോജിപ്പ് എഴുതണം എന്നാണ് കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം. സർക്കാരിന്റെ ആയുധമാകരുത് ഉദ്യോഗസ്ഥർ. കെ ബിജുവിനോടാണ് ഹൈക്കോടതിയുടെ ഈ അഭിപ്രായ പ്രകടനം. രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇന്ന് ഹൈക്കോടതി കശുവണ്ടി അഴിമതി കേസിലെ കോടതിയലക്ഷ്യ നടപടികൾ പരിഗണിച്ചത്. ആദ്യം രണ്ടാമത്തെ ഇനമായി കേസ് പരിഗണിച്ചപ്പോൾ ഇപ്പോഴത്തെ കശുവണ്ടി വകുപ്പിന്റെ ചുമതലയുള്ള കെ ബിജു IAS നേരിട്ട് കോടതിയിൽ ഹാജരായി. ഒപ്പം തന്നെ നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുഹമ്മദ് അനീഷ് അദ്ദേഹവും കോടതിയലക്ഷ്യ നടപടികൾ നേരിടുന്നുണ്ട്. അദ്ദേഹവും കോടതിയിൽ ഹാജരായിരുന്നു. കെ ബിജുവിനോടായിരുന്നു കോടതിക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം കെ ബിജു ആണ് വിവാദ ഉത്തരവിറക്കിയത്. കോടതിയെ അധിക്ഷേപിക്കുന്ന വാചകങ്ങൾ ഉത്തരവിൻ്റെ ഭാഗമായത് എങ്ങനെ, നിങ്ങൾക്കെങ്ങനെ ഇത്തരത്തിലൊരു ഉത്തരവിറക്കാൻ കഴിഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്ന് കെ ബിജുവിനോട് നേരിട്ട് ഹൈക്കോടതി ഉന്നയിച്ചു. തനിക്ക് പിശക് പറ്റിപ്പോയതാണ്, നിരുപാധികം മാപ്പ് നൽകണമെന്ന അപേക്ഷയാണ് കെ ബിജു കോടതിക്ക് മുന്നിൽ വെച്ചത്. ഒപ്പം തന്നെ കോടതി ചില കാര്യങ്ങൾ കൂടി ബിജുവിനോട് ആരാഞ്ഞു. അതായത് ഈ പ്രതികൾക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള വകുപ്പിൻ്റെ ഫയൽ ആരൊക്കെ കണ്ടിട്ടുണ്ട്, മന്ത്രിസഭയിൽ ആരൊക്കെ കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ, വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ വിവാദ ഭാഗങ്ങൾ ഈ ഉത്തരവിലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ് കോടതിക്ക് അറിയേണ്ടിയിരുന്നത്. കാരണം INTUC-യുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനാണ് ഈ കേസിലെ മുഖ്യപ്രതി. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ്. നേരത്തെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും വലിയ രാഷ്ട്രീയ സംരക്ഷണം കിട്ടിയിരുന്നയാളാണ് ഈ R ചന്ദ്രശേഖരൻ. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അനുമതി കഴിഞ്ഞ സർക്കാർ നൽകാതിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ചില വിവരശേഖരണങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പിന്നീട് ഉച്ചയ്ക്ക് കോടതി വീണ്ടും ഈ കേസ് പരിഗണിച്ചു. അപ്പോഴാണ് ഇതിലെ സത്യവാങ്മൂലം കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ ആ സത്യവാങ്മൂലത്തിൽ നിരുപാധികം മാപ്പപേക്ഷിക്കുകയാണ് കെ ബിജു ചെയ്തത്. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നത് അദ്ദേഹം ആ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ മനസ്സിരുത്തിയാണ് ആ ഉത്തരവ് തയ്യാറാക്കിയതെന്ന ഭാഗമില്ല. അതുകൊണ്ട് ആ കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ഇപ്പോഴത്തെ സത്യവാങ്മൂലം കോടതി നിരാകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോടതി ചില ഉപദേശങ്ങൾ കൂടി കെ ബിജുവിന് ഇന്ന് നൽകി. രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആരുമുണ്ടാവില്ല, സർക്കാർ ഉണ്ടാവില്ല. അത് നന്നായി ഓർക്കണം. അതായത് നിയമപരമല്ലാത്ത ഉത്തരവുകൾ ആരുടെയെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇറക്കരുത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിൽ വിയോജിപ്പ് എഴുതാൻ IAS ഉദ്യോഗസ്ഥന് ധൈര്യമുണ്ടാകണമെന്ന് കോടതി വ്യക്തമാക്കി. ഒപ്പം തന്നെ സർക്കാരിൻ്റെ കയ്യിലെ ആയുധമായി മാറരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്ന് കെ ബിജുവിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ബുധനാഴ്ചയായിരിക്കും ഇനി കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. അന്ന് ഈ നിരുപാധികം മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള കെ ബിജുവിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതിയലക്ഷ്യ നടപടികൾ ഒഴിവാക്കി നൽകുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയാനുള്ളത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.